നിങ്ങളുടെ മക്കൾ അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവരുടേത് അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്ന ഹൃദയമാകണമെന്നാണോ നിങ്ങളുടെ പ്രാർത്ഥന? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവരെയല്ല, അതിനുള്ള ആരംഭം എവിടെ നിന്ന് വേണമെന്നോ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ അഖ്ലാഖ്, നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങളുടെ രീതികൾ. ഇതിന് ഖുർആനിൽ നമുക്ക് മാതൃകയായി വരുന്നത് യാക്കൂബ് അലൈഹിസ്സലാമാണ്. നബി ജീവിച്ചു കാണിച്ചപ്പോൾ മക്കൾ ആ പാതയിലേക്ക് തിരിഞ്ഞു. അത് ശാസിച്ചോ ഉപദ്രവിച്ചോ ശബ്ദമുയർത്തിയോ അല്ല. നബി സ്വന്തം ജീവിതത്തിലൂടെ മാതൃകയായി മാറിയിരുന്നു. പിണക്കവും ശാസനയുമല്ല. സത്യത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരേയൊരു മാർഗം നിങ്ങൾ അവർക്ക് മാതൃകയായി ജീവിക്കുക. അവരെ ശാസിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല, ശക്തമായ ശിക്ഷയിലൂടെയും ശബ്ദമുയർത്തലിലൂടെയുമല്ല. അത് ഇസ്ലാമിക രീതിയല്ല. നിങ്ങളുടെ മകളും മകനും അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന്, ഇബാദത്തിൽ ശക്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ നാം ചെയ്തു കാണിക്കുന്ന ഓരോ അമലും ഓരോ അഖ്ലാഖും അവരുടെ ഹൃദയത്തിൽ നമ്മൾ വിതച്ചു വെക്കുന്ന ഈമാനിന്റെ വിത്തായിരിക്കും. നിങ്ങളുടെ ഹൃദയം പോലെ തന്നെയാണ് അവരുടെ ഹൃദയവും വളരുന്നത്. കുട്ടികൾ നമ്മളെ കേട്ടുകൊണ്ടല്ല കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഈമാനിന്റെ പ്രവൃത്തിയെയും അവർ അനുകരിക്കുന്നു. ഈമാൻ തൊട്ടുകൊണ്ടാണ് ഈമാൻ പകരുന്നത്. മാതാപിതാക്കളുടെ ജീവിതം തന്നെ ഏറ്റവും നല്ല ദർസായിരിക്കണം, ഒരു പാഠപുസ്തകമായിരിക്കണം. കുട്ടികൾ അത് വായിച്ചു വളരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്തതികളെ നീ നന്മയുടെ പാതയിൽ എത്തിക്കണമേ.